ഇന്നത്തെ യാത്ര മൈസൂരിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കാട്ടിക്കുളമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ അമർത്തണേ. ഇതാണ് കാഴ്ചകൾ കേട്ടോ. നല്ല അടിപൊളി ഫോറസ്റ്റാണ്. പിന്നെ നമ്മൾ ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നേരെ നമ്മൾ ഫോറസ്റ്റിനുള്ളിലേക്ക് കടക്കുകയാണ്. അങ്ങനെ നമ്മൾ ബാവലെത്തി കേട്ടോ. ചേകാടി പോയിട്ടാണ് നമ്മൾ മൈസൂരിലേക്ക് പോകുന്നത് കേട്ടോ. ഈ കാണുന്ന ചെറിയ റോഡാണ് ചേകാടി കേട്ടോ. അപ്പം നമ്മൾ ചേകാടിക്ക് പോവാണ് കേട്ടോ. ചേകാടി ഇവിടുന്ന് അടുത്താണ്. ചേകാടി എന്ന് പറഞ്ഞാൽ വയനാട് ജില്ലയിലെ അതിമനോഹരമായ, വയനാട് ജില്ലയുടെ കുട്ടനാട് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ചേകാടി കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മൾ അവിടുത്തെ വരെ പോവാം. റോഡൊക്കെ ഫുള്ള് ശോകമാണ് കേട്ടോ. ശരിക്കും ഇവിടെ ഒന്ന് മഴ പെയ്ത് ചോർന്നാൻ തോന്നുന്നുണ്ടോ. കുറച്ച് മുമ്പ് മഴ പെയ്ത പോലെ ഉണ്ട്. കാരണം റോഡൊക്കെ കംപ്ലീറ്റ് വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും നമ്മൾ പോയി നോക്കാം. കാണുന്നില്ല, നല്ല അടിപൊളി വയലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ ഭംഗിയില്ലേ. നമ്മൾ ചേകാടി പാളത്തിൻ്റെ മുകളിലാണുള്ളത് കേട്ടോ. ചേക്കാടി ബ്രിഡ്ജാണിത്. നിങ്ങൾ താഴെ കാണുന്ന കമ്പനിയാണ് കേട്ടോ. ചൂണ്ടിടുന്നുണ്ട് ഒരാൾ. അതിമനോഹരമായിട്ടുള്ള ഗ്രാമമാണ് കേട്ടോ ചേക്കാടി എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ചേക്കാടി വരണ്ടേ, കിട്ടിയില്ല വൈബാണ്. അപ്പം നമ്മളിനി നേരെ വിടുവാണ് കേട്ടോ. കാരണം ചില മഴ പെയ്താൽ നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറഞ്ഞാൽ നമുക്ക് ചേക്കാടിയിൽ വേറെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. ഇവിടെ 1-2 ചായക്കടകളൊക്കെ ഉണ്ട് ഫേമസായ. അപ്പോൾ സുബേറിൻ്റെ ചായക്കട, മറ്റേ അതുപോലെ കാപ്പിക്കടയൊക്കെ ഉണ്ട് ഇവിടെ. ഇതാണ് ചേകാടിൻ്റെ ഭംഗി കേട്ടോ. അടിപൊളിയാണ്. അങ്ങ് റൈറ്റിലേക്ക് പോയാൽ കുറുവ ദ്വീപാണ് കേട്ടോ. ലെഫ്റ്റിലേക്ക് പോയാൽ പുൽപ്പള്ളിയാണ്. പുൽപ്പള്ളി മുള്ളംകൊല്ലിയാണ് കേട്ടോ ലെഫ്റ്റിലേക്ക് പോയാൽ. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ് ചേകാടിയുടെ ഭംഗി. കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടോ, നെല്ല് കൊയ്ത്തൊക്കെ കഴിഞ്ഞു. നെല്ല് വിളഞ്ഞ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. എന്താ ഭംഗിയില്ലേ, നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. ശരിക്കും വയനാട്ടിൽ വരുന്ന ആളുകൾ ഈ സ്ഥലം മിസ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ പുറമേ നാട്ടിൽ നിന്നുള്ള ആളുകളൊക്കെ വരുമ്പോൾ, അതുപോലെ വയനാട്ടിലുള്ള ആളുകൾ കേട്ടോ, എല്ലാവരും നിങ്ങൾ റൈഡൊക്കെ വരുമ്പോൾ ഈ ഒരു പിന്നെ ചേകാടി മിസ് ചെയ്യരുത് കേട്ടോ. റോഡുകളൊക്കെ കുറച്ച് കട്ടറും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ നല്ല കിടിലൻ സ്ഥലമാണ്. നല്ല മഴക്കാർ വരുന്നുണ്ട് കേട്ടോ. മിക്കവാറും ഒരു അരമണിക്കൂറിനുള്ളിൽ നല്ലൊരു മഴ പെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരെ കർണാടക അതിർത്തിലേക്ക് പിടിക്കുകയാണ്. കാരണം കർണാടക കടന്നാൽ പിന്നെ മഴ അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. നമ്മൾ ബാവലി എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മളങ്ങനെ കർണാടക കടന്നു. അപ്പോൾ അതാണ് നമ്മുടെ മൈസൂർ റോഡ്. പക്ഷേ നമുക്ക് ആ റോഡിൽ കൂടെ പോയാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം കംപ്ലീറ്റ് കട്ടറാണ്. അപ്പം നമ്മൾ നേരെ പോകുന്നത് ഇതാ ഈ ബൈലക്കുപ്പ റോഡാണ് കേട്ടോ. ഈ റോഡാകുമ്പോൾ കുറച്ചും കൂടെ അടുത്തുമാണ്. നമ്മളിപ്പോൾ
ബൈരക്കുപ്പ വഴിയാണ് പോകുന്നത് കേട്ടോ. നമ്മൾ ബൈരക്കുപ്പ വഴി മച്ചൂരേക്കാണ് കയറുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ റോഡ് എന്ന് പറഞ്ഞാൽ ഫുള്ള് പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പോയാൽ പണി കിട്ടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം പിന്നെ മറ്റ് വാഹനങ്ങളൊക്കെ പോകുമ്പോൾ വലിയ വലിയ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും, നമ്മളത് ചളി എറിക്കാനും അതുപോലെ കല്ലൊക്കെ തെറിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതിലെ കയറുവാണെങ്കിൽ ഇതിലെ വണ്ടിയും കുറവാണ്. പിന്നെ റോഡ് അത്ര നല്ല റോഡൊന്നല്ല ഇതിലെ, പക്ഷേ നമുക്ക് പതുക്കെ പോകാം കേട്ടോ, വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാം. നല്ല അടിപൊളി ഗ്രാമങ്ങളാണ് കേട്ടോ, എന്താ പറയുക, സൂപ്പർ സ്ഥലങ്ങളാണ്. പിന്നെ ഇവിടെയൊക്കെ കാണില്ലേ കംപ്ലീറ്റ് കൃഷികളാണ്, നമുക്ക് ഫുൾ കൃഷിയാണ്. നമ്മളീ പോകുന്ന സ്ഥലത്ത് കൂടെയൊക്കെ രാത്രിയായാൽ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങാറുണ്ട് കേട്ടോ. ആനയും അതുപോലെ കടുവ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്തൂടെ ഇറങ്ങലുണ്ട് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ പറഞ്ഞു. പണ്ടൊക്കെ കമ്പി ഇങ്ങനെ വേലി പോലെ കെട്ടായിരുന്നു, പക്ഷേ ഇപ്പം കണ്ട തൂക്കിയിടുന്ന കമ്പി, ഇപ്പം ഇങ്ങനെ കമ്പി തൂക്കിയിടലാണ് കേട്ടോ. കാരണം വേലി കെട്ടിയിട്ട് കാര്യമില്ല, വന്യമൃഗങ്ങളൊക്കെ കംപ്ലീറ്റ് വേലിയൊക്കെ പൊളിച്ചിട്ടാണ് പോകുന്നത്. ഇതാകുമ്പോൾ അങ്ങനെ പൊളിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളങ്ങനെ ബൈരക്കുപ്പ എത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി പുഴമീനും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ബൈരക്കുപ്പ. അപ്പോൾ ഇവിടെയാണ് കേട്ടോ പുഴമീൻ ഉള്ള സ്ഥലങ്ങൾ, ഇവിടെയാണ് പുഴമീനുള്ളത്. അപ്പം ഞാനിതിന് മുമ്പ് ഒരു ബ്ലോഗ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടവർക്ക് അറിയാം കേട്ടോ. അപ്പം നമ്മളങ്ങനെ മെയിൻ റോഡിലേക്ക് കയറുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മൈസൂർ ബാവലി റോഡ് കേട്ടോ. റോഡ് കാണില്ലേ കംപ്ലീറ്റ് ചളിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമുക്ക് കുറേ ലാഭം കിട്ടിയിട്ട് ആ ഷോർട്ട് വഴിയിലൂടെ കയറുന്നുണ്ട്. ഈ റോഡ് പൊളിച്ചിട്ട് തന്നെ ഒരു വർഷമായി. അപ്പം നമ്മളങ്ങനെ ഇതാ മച്ചൂരേക്ക് എത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ മച്ചൂർ എത്തിട്ടോ. കൃഷ്ണൻ്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് വാങ്ങിച്ചു. കൃഷ്ണ ഹായ്, എന്തൊക്കെയാണ്, സുഖല്ലേ? ಎಲ್ಲಿಗೆಲ್ಲ ಸುತ್ತಾನೆ ಈ ಪಲ್ಸರ್ ಬೈಕ್ಲಿ നേപ്പാളൊക്കെ ചിലപ്പോൾ പൾസർ ബൈക്ക് നേപ്പാൾ. അപ്പോൾ നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ടാ കൃഷ്ണൻ്റെ കടയിൽ നിന്ന്. അപ്പോൾ ഇനി നേരെ വിടുകയാണ്. ഇവിടെ മഴ ലേശം കുറവുണ്ട്. റോഡൊക്കെ എങ്ങനെയാണ് മക്കളെ, റോഡൊക്കെ എങ്ങനെയാണ്? ഇന്ന് ഒരുപാട് വാഹനങ്ങൾ, കർണാടക വാഹനങ്ങൾ കേരളത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കുന്നത് ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ പോകാൻ കാരണം കാണുന്നില്ല, ഫുള്ള് കർണാടക വണ്ടിയാണ് പോകുന്നത്. അപ്പോൾ കൃഷ്ണൻ്റെ കടയിലെത്തിയ ഓൻ പറഞ്ഞേ അത് കൊട്ടിയൂർ ഉത്സവമല്ലേ, അവിടത്തേക്ക് പോകുന്നതാണ്. ശരിക്കും നമ്മളെ ഉത്സവത്തിനൊക്കെ കർണാടകയിൽ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ. ഇവിടെയൊന്നും പിന്നെ റോഡിൽ അങ്ങനെ ചളിയില്ല കേട്ടോ, കാരണം മഴ കുറവായതുകൊണ്ടാണ് ചളി കുറവ്. അതുപോലെ തന്നെ ഫോറസ്റ്റിലൊക്കെ നല്ല പച്ചപ്പാണ് കേട്ടോ. സാധാരണ വേനൽക്കാലത്ത് ഇത് ഇവിടെയൊക്കെ ഉണങ്ങിയിട്ടുണ്ടാവും, പക്ഷെ ഇപ്പം നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഫോറസ്റ്റൊക്കെ. റോഡും കൂടിയായി നന്നായെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ മഴയുള്ളൂ, പിന്നെ ഇവിടെയൊക്കെ ഇടയ്ക്കൊക്കെ പെയ്യുന്ന അങ്ങനെയുള്ളൂ എനിക്ക് തോന്നുന്നത്. നമ്മളങ്ങനെ കാണുന്നില്ല ആന, ഇത് കാട്ടാനല്ല കേട്ടോ. നമുക്ക് ആനപ്പുറത്ത് രണ്ടാൾക്കാർ, അടിപൊളി അല്ലേ? അപ്പം നമ്മൾ പോകുന്ന വഴിക്കൊരു കാഴ്ച കണ്ടു, കഴിഞ്ഞില്ല ആനാനെ ലോറി കയറ്റി ഇവരെവിടെയോ കൊണ്ടുവന്നു കേട്ടോ. കുതിര കാണുന്നില്ലേ, 3 കുതിര ഉണ്ട് കേട്ടോ. ഒന്നത് അവിടെ, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ അന്തർസന്ധയാണ് കേട്ടോ. അന്തർസന്ധ ടൗണിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ അന്തർസന്ധ ടൗൺ തന്നെയുള്ളത്. പിന്നെ ഇനി നമ്മൾ നേരെ പോകുന്നത് ടാറക്ക ഡാമിലാണ് കേട്ടോ. ബീച്ചനഹള്ളി ഡാമിൻ്റെ അടുത്തുള്ള വേറൊരു ഡാമാണ് കേട്ടോ, ടാറക്ക ഡാം. അപ്പോൾ ആ ഡാമിനെ കുറിച്ച് ആർക്കും വലിയൊരു ഐഡിയ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ പോയാൽ മൈസൂർ റോഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടാറക്ക ഡാം കാരണം അവിടുന്ന് നേരെ HD കോട്ട വഴി മൈസൂരിൽ പോകുന്നു കേട്ടോ.
അപ്പം നമ്മൾ നേരെ ടാറക്ക ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ടാറക്ക ഡാമിൽ പോകുമ്പോൾ ഒരുപാട് പുഴമീൻ കിട്ടും കേട്ടോ നമുക്കവിടെ. ഞാൻ ഇതിൻ്റെ മുന്നേ ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി പിന്നെ ചുട്ട പുഴമീൻ നല്ല പിലോപ്പി കിട്ടുന്ന സ്ഥലം കൂടിയാണ് കേട്ടോ. അങ്ങനെ നമ്മളിത് ടാറക്ക ഡാമിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്നതാണ് ടാറക്ക ഡാം. ഒരു കുതിര കണ്ടെങ്കിൽ വെളുത്ത കുതിര അടിപൊളിയല്ലേ. വൗ, അമേസിങ് കാഴ്ച കേട്ടോ. ഓക്കെ, നമ്മൾ വന്നത് എന്തായാലും കറക്റ്റ് സമയത്താട്ടോ. ഡാമിൻ്റെ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട്, ടാറക്ക ഡാമിൻ്റെ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്താ കാഴ്ച, അടിപൊളി. ഇവിടെയൊക്കെ മഴ തീരെ കുറവാണ്, മഴ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ മൈസൂരൊക്കെ ഇറങ്ങിയിട്ട് ഒരുപാട് സമയമായി. കാരണം നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കറങ്ങി ടൈം കുറയായി. അങ്ങനെ നമ്മളിത് ഹാൻഡ് പോസ്റ്റ് എത്തി കേട്ടോ. ഹാൻഡ് പോസ്റ്റ് പറഞ്ഞാൽ മൈസൂരിൻ്റെയും മാനന്തവാടിൻ്റെയും ഇടയ്ക്കുള്ളൊരു അത്യാവശ്യം വലിയ ടൗണാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേക്കൊക്കെ പുഴമീൻ വരുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ അടിപൊളിയാണ്. ഇവിടുന്ന് മൈസൂരേക്ക് 40 കിലോമീറ്റർ. അപ്പോൾ വണ്ടി ഒരു 5 മിനിറ്റ് തണുത്ത് നമ്മളൊരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത് പോകാൻ വെച്ചു. അപ്പോൾ കുറച്ച് പെട്രോൾ അടിച്ചിട്ട് പോവാം. കർണാടകയിൽ പെട്രോൾ വില 102 രൂപയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ആർക്കും വേണ്ടത് ചക്ക, ഒരു വിലയില്ലാത്ത ചക്ക ഇതാ ഇവിടെ പാക്കറ്റായി കൊടുക്കുന്നുണ്ടോ. ജസ്റ്റ് ഉണ്ട് 20 റുപ്പീസാ. 20 റുപ്പീസ്, 20 റുപ്യ കേട്ടോ ഒരു പാക്കറ്റ് ചക്കക്ക്. അടിപൊളിയാണ്. അപ്പോൾ ചക്കാൻ്റെ ബിസിനസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് കേട്ടോ. സംഭവം നമ്മുടെ നാട്ടിൽ നിന്ന് ചക്ക ഉണ്ടോ ഇതേപോലെ വിറ്റാൽ നല്ല പൈസയാണ്. നല്ല അടിപൊളി ചക്കയെന്ന് തോന്നുന്നു കാണുന്നു. കുഴപ്പമില്ല. ഏതായാലും ആർക്കും വേണ്ടത് ചക്കാൻ്റെ വിലങ്ങൾ കണ്ടില്ല മക്കളെ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു.